ഹലോ, വെൽക്കം ടു സജീസ് ആൻഡ് പേഷ്യൻസ്. എല്ലായിടത്തും മഴയായിരിക്കുമല്ലേ? കേരളം മൊത്തം മഴയാണെങ്കിൽ ട്രിവാൻഡ്രത്തും മഴ കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേയും കൂടിയാണ്. ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഒരു കിടിലൻ പപ്പായ. ഞങ്ങളുടെ വീട്ടിലല്ലോ, വീട്ടിൽ തൊട്ടടുത്ത പറമ്പിലാണ്, വീടടുത്ത് തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ ആളില്ലാത്ത പറമ്പാട്ടോ. അവിടെ ഒരു പപ്പായ പഴുത്ത് നിൽക്കേണ്ടതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഞാനാട്ടോ. അപ്പോൾ അവിടെ ആളില്ലാത്തത് കൊണ്ട് ഇതെടുക്കാൻ എലിജിബിൾ ഞാനാണ്. ഒരു പപ്പായ മാത്രമേ മൂത്തിട്ടുള്ളൂ, ബാക്കി നോക്കിയാൽ മേളിലോട്ട് കുറേ അധികം നിൽപ്പുണ്ട്. അതൊക്കെ കൊണ്ട് ഉടനെ തന്നെ വെറൈറ്റി കുക്കിംഗ് നമുക്ക് വീണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ എടുക്കാൻ പോവാണെന്ന് കേട്ടോ. ഇത് എന്തിനു വേണമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ കുരുന്നിലേക്ക് ഇത് മുളച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ ഇതും കൊണ്ട് എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു ഹൽവ, പപ്പായ കൊണ്ടുള്ള ഹൽവ അടിപൊളിയാണ്. ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൽവയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എന്തായാലും പപ്പായായിട്ട് ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ രാവിലെ പപ്പായൊക്കെ എടുത്ത് വെച്ചാട്ടോ, വൈകുന്നേരമാണ് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ പപ്പായെ കഷ്ണങ്ങളാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ട്. നല്ല റെഡ് കളറുള്ള പപ്പായ കേട്ടോ. ഇത് റെഡ് ലേഡി ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഹൽവ ഉണ്ടാക്കുക വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഒട്ടും ഡിഫിക്കൽട്ട് അല്ല കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്പായയ്ക്ക് പകരം മാമ്പഴം കൊണ്ടും സെയിം റെസിപ്പി തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ മാമ്പഴം കൊണ്ട് ഓൾറെഡി ഹൽവ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കും, അതും കൂടെ ഒന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്യൂരി, ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. 1-2 പേരോട് ചോദിച്ചു എങ്ങനെയാണ് ഈ പ്യൂരി ഉണ്ടാക്കണമെന്ന്. ഞാൻ മാംഗോ ഹൽവയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്ത സമയത്ത് ഒന്നുമില്ല, ഇതിന് നന്നായിട്ട് മിക്സിക്ക് ഒന്ന് അടിക്കുക, വെള്ളം ഒഴിക്കാതെ മിക്സിക്ക് അടിച്ചിട്ട് തരി ഉണ്ടെങ്കിൽ കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പപ്പായയുടെ പ്യൂരിയൊക്കെ ഉണ്ടാക്കിയിട്ടത് അടിപൊളിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 കപ്പ് പ്യൂരിയാണ് കേട്ടോ. ഇത് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കിയേ, എല്ലാം ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ അളവിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നും ഇടുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇതിൽ പല ഐറ്റംസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുകൊണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ ഒരു ബൗൾ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മാറ്റി. ഈ ബൗളിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 1.5 കപ്പ് കോൺഫ്ലോർ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിത് എടുത്തിരിക്കുന്നത് കോൺഫ്ലോറിൻ്റെയും മൈദാമാവിൻ്റെയും മിക്സാണ് കേട്ടോ. 1 കപ്പ് കോൺഫ്ലോറും 1/2 കപ്പ് മൈദാമാവും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഹൽവയാണ് വേണ്ടതെങ്കിൽ കോൺഫ്ലോർ മാത്രം ഉപയോഗിക്കുക. കുറച്ച് ച്യൂയി ആയിട്ടുള്ള കോഴിക്കോട് സ്റ്റൈൽ ഹൽവ വേണമെങ്കിൽ മൈദാമാവ് ഉപയോഗിച്ചാൽ മതി. ഇനി കുറച്ച് നാടൻ സ്റ്റൈൽ വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചാൽ മതി. ഇനി കസ്റ്റാർഡ് പൗഡറിനെ അത് ഉപയോഗിച്ചാലും മതി. എനിക്ക് കുറച്ച് ച്യൂയിയായും കുറച്ച് സോഫ്റ്റ് ആയിട്ടും കിട്ടണം, അതുകൊണ്ട് ഞാൻ മൈദാമാവിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഒരു 3 കപ്പ് വെള്ളമാട്ടോ. എൻ്റെ 1 കപ്പ് എന്ന് പറയുന്നത് 240 ml ആട്ടോ. ഇത് ഉപയോഗിച്ച് ഞാൻ മൊത്തം എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഫ്ലോറിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. 1.5 കപ്പിന് 3 കപ്പ്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനെ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അലുവയുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിരിപ്പുണ്ട്. ആദ്യം ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നെയ്യാട്ടോ. നിങ്ങൾക്ക് ഏകദേശം 1 കപ്പ് പ്യൂരിക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് ഉപയോഗിക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അല്ല കുറച്ച് നെയ്യ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം കേട്ടോ. ഈ നെയ്യൊന്ന് ഉരുകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പ്യൂരി ഉണ്ടല്ലോ, പപ്പായയുടെ പ്യൂരി, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ പ്യൂരി നമ്മളിന്ന് നെയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ആ കോൺഫ്ലോറിൻ്റെയും മൈദയുടെയും ആ മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ 1 കപ്പ് പ്യൂരിക്ക് 1 കപ്പ് കണക്കാക്കി 3 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ പ്രത്യേകത ഇത് കണ്ടോ, സ്വീറ്റ് കെയർ എന്ന് പറയുന്ന ഒരു ലോ GI ഷുഗറാണ് കണ്ടോ. കൺട്രോൾസ് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ എന്നൊരു ഷുഗറാണ്. എന്തായാലും അത്യാവശ്യം ഡയബറ്റിക് ഫ്രണ്ട്ലി ആട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത് കട്ട പിടിക്കാതെ ശരിക്കും ഇങ്ങനെ കൈമാറ്റാതെ ഇളക്കി കൊടുക്കണം കേട്ടോ.
നമ്മൾ ഈ മൈദയും കോൺഫ്ലോറും ഇട്ടത് കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. എന്തായാലും ഈ മിക്സ് ഒന്ന് നന്നായിട്ട് തിക്കായി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിം കിട്ടോ, ഹൈ ഫ്ലെയിം ആക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ കണ്ടോ ഏതാണ്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടോ. ഈ തിക്കായി തുടങ്ങുമ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ നെയ്യിലെടുത്ത് വെച്ചത് ആ നെയ്യിൽ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്താൽ മതി, നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേ സമയം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഹൽവ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഷേപ്പിലൊരു പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണേ. ഹൽവ എളുപ്പം വിട്ട് പോരാൻ വേണ്ടി നമ്മളിതിലേക്ക് ഹൽവ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയാം. ഈ ഇടയ്ക്ക് ഒരു സബ്സ്ക്രൈബർ എനിക്ക് കമൻറ്റ് അയച്ചു, എൻ്റെ പാത്രങ്ങളുടെ ഭംഗി കാണാൻ വേണ്ടി മാത്രം എൻ്റെ വീഡിയോസ് കാണുന്നത് കേട്ടോ. സന്തോഷമാണ്, പക്ഷേ പാത്രം കാണാൻ വേണ്ടി മാത്രം വേണ്ട കേട്ടോ, നല്ലതും കാണാം. ഈ പാത്രങ്ങളുടെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ ഭാര്യയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഈ ബദാമിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കണ്ടേ, അതൊരു പ്രത്യേക ഭംഗിയാണ് ഹൽവയ്ക്ക്. യെസ്, അതോടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൽവ മിക്സിലേക്ക് വരാം. ഒന്നും കൂടെ തിക്കാകുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട് ഹൽവയുടെ. ഈ സമയം നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ നെയ്യ് ഒഴിച്ചിട്ട് ഇതിൻ്റെ പരുവം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പാത്രത്തിൻ്റെ വശത്തുനിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ വിട്ട് വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. വളരെ ഈസിയാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പക്ഷേ ഇതിൻ്റെ ആയുള്ള പ്രശ്നം കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് കേട്ടോ. അത് എൻജോയ് ചെയ്ത് ചെയ്യാമെങ്കിൽ അടിപൊളിയാണ് സാധനം. അപ്പോൾ ഇത് കുറേ സമയത്തെ പരിപാടിക്ക് അവസാനം നമ്മുടെ ഹൽവ കണ്ടോ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരവസ്ഥയിലായില്ലേ. ഏതാണ്ട് നമ്മുടെ തിരുനെൽവേലി ഹൽവയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല യമ്മി ലുക്കിംഗ് ആണ്. ഇതിൻ്റെ കറക്റ്റ് കളർ അങ്ങോട്ട് എത്തണമെന്ന് എനിക്കറിയാം, എൻ്റെ മൊബൈലിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മളിൽ 1-2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്നും മസ്റ്റ് അല്ല, പക്ഷേ ഹൽവയ്ക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയില്ലേ, ഏലക്കയുടെ കുരു പൊടിച്ചെടുത്താൽ കേട്ടോ. ഞാൻ ഒരു 10 ഏലക്കയുടെ കുരു പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ബദാം നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇതൊക്കെ ശരിക്കും ഹെൽത്തിയാണ്, കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് വെളുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഹൽവയുടെ ഭംഗിയൊന്ന് എൻഹാൻസ് ചെയ്യും കേട്ടോ. ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, അപ്പോഴേ ക്രഞ്ചിനെസ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അടിപൊളിയായിട്ടല്ലേ. അപ്പം നമ്മുടെ പപ്പായ ഹൽവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടേ. ഞാൻ നേരത്തെ എടുത്ത ആ നെയ്യ് മൊത്തം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, 4 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെടുത്തിട്ട് നമ്മളിത് ഗ്രീസ് വെച്ചൊരു പാത്രമല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. അടിപൊളി. പക്ഷെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ പാത്രം കറക്റ്റ് സൈസായിരുന്നു അല്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തൊരു അല്പം നെയ്യ് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, മസ്റ്റല്ല. അപ്പോൾ എന്തായാലും ഒരു 2-3 മണിക്കൂറെങ്കിലും ഇങ്ങനെ തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഹലോ, നമ്മുടെ പപ്പായ ഹൽവ ഉണ്ടോ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. നല്ല റെഡ് കളർ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു പപ്പായ റെഡ് ലേഡി ആണെന്ന് തോന്നുന്നു, അതിൻ്റെ കളർ കേട്ടോ. വേറെ കളറിന് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അതിനകത്ത്. അപ്പോൾ എന്തായാലും നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതുണ്ടോ നല്ല ടൈറ്റായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഈ ഒരു ഷേപ്പുള്ള പാത്രത്തിലേക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ. ആ യെസ്, തിരിച്ചപ്പോൾ തന്നെ വീണു കേട്ടാളേ. യെസ്, ആഹാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈസ് ലുക്കിംഗ് അല്ലേ. നട്ട്സൊക്കെ ഇതുണ്ടോ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. എന്തായാലും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് കട്ട് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ, അത്രയ്ക്ക് രസമായിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ നിന്ന് കുറച്ച് എടുക്കാം കേട്ടോ. എന്ത്
പൊങ്ങിയിട്ട് വന്നിരിക്കണമെന്നുണ്ടോ? ശരിക്കും ഒരു പപ്പായ കൊണ്ടുണ്ടാക്കിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല അല്ലേ? കിടിലാണ് കേട്ടോ, വായിലും വലിഞ്ഞു പോകുന്നു, അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും വളരെ ഈസി റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ്.